നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റുകൾ തന്നെയാണ്. അത്തരത്തിൽ പല തെറ്റുകൾ ഈ വർഷം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന് മുന്നിലത്തെ വർഷവും ഇതേ പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ള ചില തെറ്റുകൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണയും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഈ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടന്ന ഉടനെ അതിൽ സമ്മാനാർഹനായ നാഗരാജുവിനെ വിളിച്ചപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റ്, മറുവശത്തുള്ള ആൾ ഞാൻ നാഗരാജു അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നാഗരാജു അല്ല എന്ന് പറയുകയും അദ്ദേഹം ഒരു മോശം പദം ഉപയോഗിച്ചു. പക്ഷേ ആ ഉപയോഗിച്ച സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് PCR ഇടപെട്ട് അത് മൊത്തത്തിൽ കേൾക്കാതെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് മാതൃഭൂമി ന്യൂസിന്റെ പേരിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിച്ചു. പക്ഷേ ഒരുപാട് മീമുകളും തമാശകളും ഉണ്ടായി. തമാശകളാണെങ്കിൽ പോലും അതൊരു തെറ്റ് അതിനകത്തുണ്ട്. അതെ, അതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഈ നാഗരാജുവിനെ വിളിച്ചു. ഇപ്പൊ ഒരാളിന് ലോട്ടറി അടിക്കുന്നു അല്ലെങ്കിൽ ഒന്നാം സമ്മാനം അടിക്കുന്നു, പെട്ടെന്ന് ഈ ആളിലേക്ക് എത്താനും ഇത് ആരെ നമ്പർ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വിളിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് വിളിച്ചപ്പോൾ അത് ഈ ലോട്ടറി ഒന്നാം സമ്മാനം കിട്ടിയ ആള് തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിൽ നമുക്കുണ്ടായ ഒരു വീഴ്ച. അതെ, അതൊരു ഈ വർഷത്തെ ഒരു പോരായ്മയായി വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം എടുത്താൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അവിടെ ചെലവായ തുകയാണ് എന്ന മട്ടിൽ വാർത്ത നൽകിയത് ഒരു പാകപ്പിഴവായിരുന്നു. അത് നമ്മൾ കൊടുത്തു. മാതൃഭൂമി ന്യൂസ് മാത്രമല്ല പല മാധ്യമങ്ങളും കൊടുക്കും. അപ്പൊ മറ്റു പലരും കൊടുക്കുന്നതിന്റെ പേരിൽ നമ്മൾ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. മാതൃഭൂമി ന്യൂസ് അത് ചെയ്തോ, അത് തെറ്റി കൊടുത്തോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടക്കുറവാണ്. അത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അത് ചെലവാണോ അതോ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തതാണോ എന്നുള്ളത്. ചെലവ് എന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മൾ കൊടുത്തത്. അത് തെറ്റായിരുന്നു, അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് ഒരു പക്ഷേ ഈ വാർത്ത വന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാരും CPM-ഉം ഒക്കെ മാധ്യമങ്ങൾക്കെതിരെ വലിയ പ്രചരണം നടത്തുന്നതിനുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഡോക്യുമെന്റിലെ ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയതിൽ അത് വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത് ഓഗസ്റ്റ് 17-ാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന തുകയായി വന്ന പണമായിരുന്നു. പക്ഷേ അത് ചെലവാക്കിയ തുക എന്ന മട്ടിൽ കൊടുത്തതിൽ പാകപ്പിഴ വന്നു. പക്ഷേ അന്നത്തെ സൂപ്പർ പ്രൈം ടൈമിൽ തന്നെ അന്ന് ശേഖർ എൽ കുര്യാക്കോസ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേധാവി, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് തയ്യാറാക്കേണ്ടത്. അദ്ദേഹം തന്നെ അത് വന്ന് എന്താണെന്ന് വിശദീകരിച്ചു. അപ്പോൾ വിശദീകരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഇതാണ് ഈ വിഷയം, ഇങ്ങനെയാണ് ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, ഇതാണ് നടപ്പ് രീതി എന്ന് വിശദീകരിക്കാൻ അവിടെ ഈ ശേഖർ കുര്യാക്കോസിന് ഒരു സ്ലോട്ട് അല്ലെങ്കിൽ ഒരു അവസരം കൊടുത്തു. അതിനുശേഷം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞാൻ തന്നെയും ഇത് ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. മറ്റു മാധ്യമങ്ങൾ ഇത് ആരൊക്കെ ഇത് ബോധപൂർവം കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ തെറ്റ് സംഭവിച്ചതാണ്. മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് സംഭവിച്ചതാണ്. ആ തെറ്റ് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അതെ, പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ വ്യവഹാരങ്ങളിലും മറ്റൊക്കെ ഇപ്പോഴും ആളുകൾ ഒരു ശവം സംസ്കരിക്കാൻ 1.25 ലക്ഷം ചെലവാക്കിയ സർക്കാരല്ലേ എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെ ഒരു കാര്യം എതിർ കക്ഷികൾ അല്ലെങ്കിൽ സർക്കാരിനെ എതിർക്കുന്നവരെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരും പാർട്ടിയും മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അന്ന് വാർത്ത കൊടുത്തവരല്ലേ എന്നുള്ള രീതിയിലും ഉപയോഗിക്കുന്നുണ്ട്. അത് മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംഭവിച്ചതാണ്. ഇനി ഏറ്റവും ഒടുവിലായി വന്ന ഒരു കാര്യമാണ് ന്യൂസ് ക്വിസിൽ വന്ന ഒരു സെഗ്മെന്റിൽ വന്ന ഒരു ചോദ്യം. അതിൽ വലിയ അനൗചിത്യം ഉണ്ടായി. അത് അത്തരം ഒരു ചോദ്യം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഇന്ന് രാവിലെ ബേക്കപ്പ് കേരളയിൽ ആ കാര്യം കൃത്യമായി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഒക്കെ ഉണ്ടായ ഒരു വേദന ഉണ്ട്. അതിൽ നമ്മൾ ഖേദിക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാനേ പാടില്ലാത്തതായിരുന്നു. അതെ, ഒരുപാട് ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മെസ്സേജ് അയച്ചും മറ്റൊക്കെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ പ്രേക്ഷകർ തന്നെയും ഇത് ചൂണ്ടിക്കാണിച്ചവരുണ്ട്, വിമർശനം ഉന്നയിച്ചവരുണ്ട്. ഈ വിമർശനങ്ങളെല്ലാം ആ വിമർശനത്തിന്റെ ഗൗരവത്തിൽ മാതൃഭൂമി ന്യൂസ് ഉൾക്കൊള്ളുക. അത്തരം വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്, വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്. ഇത് ഇപ്പോൾ തെറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഒരു വാർത്തയ്ക്ക് കൊടുക്കുന്ന ഊന്നലിന്റെ കാര്യത്തിൽ, ചിലപ്പോൾ ചില വാർത്ത അല്ലെങ്കിൽ പ്രാധാന്യം കുറഞ്ഞു പോകുന്നതിന്റെ കാര്യത്തിൽ, ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ കാര്യത്തിൽ ഒക്കെയും വിമർശനങ്ങൾ വരുന്നുണ്ട്. അത് ഒരു യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടിയുള്ള, നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള വിമർശനത്തെ ഉൾക്കൊള്ളുന്നതിന് മാതൃഭൂമി ന്യൂസിന് ഒരു തടസ്സവുമില്ല. ആ ഒരു കാര്യത്തിൽ ഒരു വൈമുഖ്യവുമില്ല. തീർച്ചയായും 2024 അതിഗംഭീരമായ ഒരു വാർത്താ വർഷമായിരുന്നു. സംഭവ ബഹുലമായ വാർത്താ വർഷം. 2025 അതുപോലെ ഒരു വാർത്താ വർഷമാവട്ടെ. നമുക്ക് നാടിനെ മാറ്റാൻ കഴിയുന്ന നിരവധി വാർത്തകൾ, സമൂഹത്തെ ഒരു തരത്തിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വാർത്തകളൊക്കെ 2025 പ്രതീക്ഷിക്കാം. സമൂഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ
നല്ല മുന്നോട്ട് പോക്കിന്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ കണ്ടതുപോലെ തന്നെ ചില വ്യക്തികളുടെ കാര്യത്തിൽ മാതൃഭൂമി ന്യൂസ് നടത്തിയ ചെറിയ ചില ഇടപെടലുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, ഇതിനൊക്കെ വേണ്ടി ഈ വർഷം കഴിഞ്ഞ വർഷത്തെ, അതായത് 2025-ൽ 24-നേക്കാൾ കൂടുതൽ മാതൃഭൂമി ന്യൂസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാൻ കഴിയും. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ.